സയനൈഡ് ഗുളികകളും ഒരു പിസ്റ്റളും അവിടെ തയ്യാറായിരുന്നു. പുറത്ത് ജനങ്ങൾ നിശബ്ദരായി കാത്തുനിന്നു. ലോകചരിത്രം അന്ന് ശ്വാസം അടക്കി പിടിച്ചു. 1945 ഏപ്രിൽ. അന്ന് ബെർലിൻ നഗരം വെറും ഒരു തലസ്ഥാന നഗരം മാത്രമായിരുന്നില്ല. ഏത് നിമിഷവും ശവശരീരങ്ങളെ കൊണ്ട് നിറയാൻ കാത്തിരുന്ന ഒരു ശ്മശാന ഭൂമി പോലെയായിരുന്നു അന്ന് ബെർലിൻ. ഓരോ നിമിഷവും അവിടെ സോവിയറ്റ് പീരങ്കികൾ ഭൂമി പിളർത്തിക്കൊണ്ട് മരണം വർഷിച്ചുകൊണ്ടേയിരുന്നു. തകർന്ന തരിപ്പണമായ ആ നഗരത്തിന് താഴെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ തീർത്ത ബങ്കറിൽ അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകൾ അവിടെ ചെലവിടുകയായിരുന്നു. ഒരു കാലത്ത് യൂറോപ്പിനെ വിറപ്പിച്ച ആ മനുഷ്യൻ പുറം ലോകം കാണാനാവാതെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ആ ഭൂമിക്കടിയിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്ന് പറയുന്നത് ലോകത്തെ തൻ്റെ കൈകൾ കൊണ്ട് അമ്മാനമാടാൻ ശ്രമിച്ച ഒരേകാധിപതിയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ചാണ്. ആ ബങ്കറിനുള്ളിൽ സമയത്തിന് വലിയ വിലയില്ലായിരുന്നു. ജനലുകളില്ലാത്ത ആ മുറിയിൽ യുദ്ധഭൂപടങ്ങൾ മാത്രമായിരുന്നു ഏക കാഴ്ച. തൻ്റെ സൈനികരെല്ലാം മരിച്ചു വീണു കഴിഞ്ഞു എന്നറിഞ്ഞിട്ടും ആ ഭൂപടം നോക്കി അവരുടെ രൂപങ്ങളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹിറ്റ്ലർ. പരാജയം കൂട്ടാക്കാത്ത അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭ്രാന്തമായ ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും ജനറൽമാർ മൗനം പാലിച്ചു. കാരണം അന്ന് പരാജയത്തെക്കുറിച്ച് പറയുന്നത് പോലും രാജ്യദ്രോഹമായിരുന്നു. 1945 ഏപ്രിൽ 28. അന്ന് ഹിറ്റ്ലറിൻ്റെ എല്ലാ മിഥ്യാധാരണകളും തകർന്ന ദിവസമായിരുന്നു. തൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി ഹെൻറിക് ഹിംലർ തന്നെ വഞ്ചിച്ചു എന്നറിഞ്ഞപ്പോൾ അന്ന് ഹിറ്റ്ലറിൽ കണ്ടത് ഒരിക്കലും നിയന്ത്രിക്കാനാവാത്ത കോപമായിരുന്നു. തോൽവിയേക്കാൾ ആ വഞ്ചന ഹിറ്റ്ലറെ തകർത്തു കളഞ്ഞു. എല്ലാം അവസാനിച്ചുവെന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കിയ ഒരു നിമിഷമായിരുന്നു അത്. സഖ്യകക്ഷികളുമായുള്ള ഹിംലറുടെ അനുരഞ്ജന ചർച്ച ഹിറ്റ്ലർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. പുറത്ത് ബെർലിൻ കത്തിയെരിയുകയായിരുന്നു. കുട്ടികൾ പോലും ആയുധമെടുത്തു. 1000 വർഷം നീണ്ടു നിൽക്കുമെന്ന് കരുതിയ ഒരു സാമ്രാജ്യം വെറും 12ാം വർഷത്തിൽ തകർന്നടിയുകയായിരുന്നു. ബങ്കറിനുള്ളിൽ അപ്പോൾ മരണത്തിൻ്റെ മണമായിരുന്നു. ഏപ്രിൽ 29-ാം തീയതി ആ അന്ധകാരത്തിൽ വെച്ച് ഹിറ്റ്ലർ ഈവ ബ്രൗണിനെ വിവാഹം കഴിച്ചു. ആഘോഷമില്ലാത്ത വെറും ഒരു ചടങ്ങായിരുന്നു അത്. അത് കഴിഞ്ഞ് അയാൾ തൻ്റെ വിൽപത്രം തയ്യാറാക്കി. ആ വിൽപത്രത്തിൽ ലോകത്തെ മുഴുവൻ കുറ്റപ്പെടുത്തി. ഏപ്രിൽ 30. സോവിയറ്റ് സൈന്യം ബങ്കറിന് വെറും 500 മീറ്റർ മാത്രം അകലെയാണിപ്പോൾ. ഹിറ്റ്ലർ ഇവയോടൊപ്പം തൻ്റെ സ്വകാര്യ മുറിയിലേക്ക് പോയി. മരിക്കാൻ നിൽക്കുമ്പോഴും തൻ്റെ പതിവുകൾ അയാൾ തെറ്റിച്ചില്ല. ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയ്ക്ക് ഉത്തരവാദിയായ ആ മനുഷ്യൻ്റെ അവസാന ഭക്ഷണം വെറും സ്പേഗ്ഹറ്റിയും കുറച്ച് പച്ചക്കറികളും മാത്രമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായിരുന്നെങ്കിലും അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ആരെയാണെന്നറിയാമോ? തൻ്റെ വളർത്തുനായ ബ്ലോണ്ടിയെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ തൻ്റെ അവസാന നിമിഷങ്ങളിൽ ആ മൃഗത്തിനോട് പോലും അയാൾ യാതൊരു തരത്തിലുള്ള നീതിയും കാണിച്ചില്ല. തൻ്റെ കൈവശമുള്ള സയനൈഡ് ഗുളികകൾ ശരിയായി പ്രവർത്തിക്കുമോ എന്നറിയാൻ അയാൾ തിരഞ്ഞെടുത്തത് തൻ്റെ പ്രിയപ്പെട്ട ബ്ലോണ്ടിയെയായിരുന്നു. ആ പാവം ജീവി അയാളുടെ കൈകളിൽ കിടന്ന് മരിക്കുന്നത് ഹിറ്റ്ലർ നോക്കി നിന്നു. തൻ്റെ നിഴലിനെ പോലും വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ്റെ ഭ്രാന്തമായ ഭയത്തിൻ്റെ ഒടുവിലത്തെ ഇരയായിരുന്നു ആ നായ. ലളിതമായ ഉച്ചഭക്ഷണം അയാൾ ശാന്തമായി കഴിച്ചു തീർത്തു. ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിക്കിട്ട് കൊന്ന ആ മനുഷ്യൻ സ്വന്തം മരണത്തിലേക്ക് അടുത്തു നീങ്ങുമ്പോൾ അയാൾ കഴിച്ച അവസാനത്തെ ആ ഉരുള ഏറ്റവും വലിയ വൈരുദ്ധ്യം നിറഞ്ഞ ഒന്നായിരുന്നു. സയനൈഡ് ഗുളികകളും ഒരു പിസ്റ്റളും അവിടെ തയ്യാറായിരുന്നു. പുറത്ത് ജനങ്ങൾ നിശബ്ദരായി കാത്തുനിന്നു. ലോകചരിത്രം അന്ന് ശ്വാസം അടക്കി പിടിച്ചു. വാതിൽ തകർത്ത് അകത്ത് കടന്ന സോവിയറ്റ് സൈന്യം കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഹിറ്റ്ലറെയാണ്. അന്ധകാരത്തിലാഴുന്ന ഒരു മരണമായിരുന്നു അത്. സോവിയറ്റ് സൈന്യം അയാളുടെ മൃതദേഹം ബങ്കറിന് പുറത്തെ ഒരു കുഴിയിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ലോകത്തെ വിറപ്പിച്ച ആ മനുഷ്യൻ ഒരു സാധാരണ മാംസപിണ്ഡം പോലെ കത്തിയെരിഞ്ഞു. ഹിറ്റ്ലർ ഒരു പോരാളിയായിട്ടല്ല മരിച്ചത്. ലോകത്തെ അടക്കി ഭരിക്കാൻ ആഗ്രഹിച്ച ആ മനുഷ്യൻ ഭയന്നോടി ഭൂമിക്കടിയിൽ അഭയം തേടുകയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.